സെൻറ്റ് തോമസ് ഡേ ആയിട്ട് നമ്മളിന്ന് പാലൂർക്ക് പോവുകയാണ്. ഞങ്ങളൊരു 4 പേര് ഒരുമിച്ചാണ് പോയത്. നേവയുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ചെന്ന വശം തന്നെ ഞങ്ങൾ വരിയിൽ നിന്നു. പിന്നെ ഇവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവരുടെ കളിയും ചിരിയും എല്ലാം കാണുമ്പോൾ ചെറിയ കുട്ടിയായിരുന്നാൽ മതിയെന്ന് തോന്നുക. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. നല്ല മഴ ആയത് കാരണമാവാം ഇന്ന് തിരക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും ദേ ഇവിടെ ഒരു പിണക്കം നടക്കുന്നുണ്ട്. ഞാൻ ക്യാമറ എടുത്തപ്പോൾ അവൾ നന്നായി പോസിങ് തുടങ്ങി. അങ്ങനെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളത് കാരണം അവിടെ തന്നെ ഇരുന്നു. അപ്പോഴേക്കും ദേ ഒരു പിണക്കൊക്കെ മാറി സെറ്റായി, കെട്ടിപ്പിടുത്തമൊക്കെ കഴിഞ്ഞ് പിന്നെയും പഴയ രൂപത്തിലായി. പിന്നെ ഞങ്ങൾ തളിക്കുളം കാണാൻ പോയി. അപ്പോഴേക്കും മഴ കുറച്ച് കുറഞ്ഞുണ്ടായിരുന്നു. ഇതേ നോക്കുമ്പോൾ നമ്മുടെ കിഴക്കങ്ങാടി ടീംസ് ഇവിടെ ഉണ്ട്. അങ്ങനെ അവരെ കണ്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെയും തളിക്കുളത്തേക്ക് നടന്നു. ആ കുളത്തിൽ ഒരുപാട് മീനുകളുണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുക്കുകയാണ് നേമോള്. പിന്നെ ഞങ്ങൾ തോമസ് ലീഹ ഒളിച്ചിരുന്ന ഗുഹ കാണാനാണ് പോകുന്നത്. ചെറുപ്പത്തിലൊക്കെ ഇതിനകത്തോട്ട് കയറാൻ നല്ല പേടിയായിരുന്നു. ഇവിടെയാണ് തോമസ് ലീഹ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗമായിരുന്നു ചെറുപ്പത്തിൽ ഏറ്റവും പേടി. ഒളിച്ചിരുന്നൊരു സ്ഥലമുണ്ട് തോമസ് ലീഹ. അത് കാണുമ്പോൾ ഇപ്പോൾ ലൈറ്റൊക്കെ ആയി, പക്ഷേ പണ്ട് ഇത്ര ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അന്ന് നല്ല പേടിയാണ്. അങ്ങനെ തോമസ് ലീഹ ഉറങ്ങിയിരുന്ന സ്ഥലമൊക്കെ എല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഭയങ്കര ഗിഫ്റ്റ് എക്സ്ചേഞ്ചൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവർ രണ്ടുപേരും എന്തൊക്കെയോ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആനയുടെ അടുത്ത് പോയി. ഈശ്വരാ, ഈ ആനയെ തള്ളി മറിച്ചിടുമോ എന്നൊരു പേടി ഉണ്ട് രണ്ടാളും കൂടിയിട്ട്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നടന്നു. വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. വെള്ളത്തിൽ കളിക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തല്ലേ. അങ്ങനെ പിന്നെ നമ്മുടെ തോമസ് ലീഹയോട് കുറച്ച് വിശേഷങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ ദേ ഇവിടെ അടുത്ത ആൾ. ഇവൾക്ക് ഇതിന് മാത്രം അറിവുണ്ടാവുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ഗഡിയനുണ്ട് കേട്ടോ. നേർച്ചിടാൻ വരിയിൽ നിൽക്കുമ്പോൾ ദേ നമ്മുടെ കെട്ടിയോളെ അന്വേഷിച്ച് നടക്കുന്ന ഫിലിപ്പേട്ടനെ കണ്ടു. ഞങ്ങൾക്കൊരു ഹായൊക്കെ തന്ന് ആൾ പോയി. പിന്നെ ഞങ്ങൾ നേർച്ചയൊക്കെ ഇട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ സ്വന്തം അൻസൂട്ടനെ കണ്ടു. പിന്നെ ഞങ്ങൾ ബോട്ടുകുളം ഒന്ന് പോയി. പിന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തേക്ക് കയറി വശം തന്നെ അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു, മോളെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന്. അന്ന് പിന്നെ വേണ്ട ചേച്ചി എന്ന് പറഞ്ഞ് ഞാനത് ഓഫ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മൾ അത് കണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പിന്നെ ഒരു ഐസ്ക്രീം ആവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ പോവായി. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.